നമസ്കാരം. പതിരും കതിരും. ബേപ്പൂർ സുൽത്താൻ്റെ കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞിനെ അറിയാത്തവരില്ല. തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് മമ്മൂഞ്ഞ് പ്രശസ്തി ആർജിച്ചത്. നാട്ടിലെന്ത് നടന്നാലും അതിൻ്റെ ക്രെഡിറ്റ് മമ്മൂഞ്ഞിന് വേണം. ഒരർത്ഥത്തിൽ ഇന്നത്തെ അന്തം കമ്മികളുടെ വേറൊരു വേർഷൻ. മണ്ടൻ മുത്തപ്പായുടെ ചായക്കട അടിച്ചു വാരുക, പാത്രം കഴുകുക, വിറക് കീറിക്കൊടുക്കുക, ലോക്കപ്പ് അടിച്ചു വാരുക, ഇതൊക്കെയാണ് മമ്മൂഞ്ഞിൻ്റെ പണി. പക്ഷേ മമ്മൂഞ്ഞിന് ഒരു കാര്യത്തിലാണ് കമ്പം: ഗർഭത്തിൽ. നാട്ടിൽ ആർക്കെപ്പോൾ ഗർഭമുണ്ടായാലും അതിൻ്റെ ഉടമസ്ഥാവകാശം എട്ടുകാലി മമ്മൂഞ്ഞ് ഏറ്റെടുക്കും. അതിനിടെ അതാ പാറുക്കുട്ടി ഗർഭിണിയാണെന്ന് ആരോ പറയുന്നത് കേട്ടു. ഉടനെ ചാടിക്കയറി മമ്മൂഞ്ഞങ്ങ് കാച്ചി. അത് ഞമ്മള. പാറുക്കുട്ടി മനയ്ക്കലെ ആനയായിരുന്നു. സത്യത്തിൽ മമ്മൂഞ്ഞിനെ ഓർത്തുപോയത് തന്ത്രി കുടുംബത്തിലെ രാഹുൽ ഈശ്വറിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ്. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ മറ്റൊരു ഭാവപകർച്ചയാണ് ഈ രാഹുൽ ഈശ്വർ. ഏതവൻ നാട്ടിൽ പെണ്ണ് പിടിച്ചാലും ഗർഭമുണ്ടാക്കിയാലും പീഡനക്കേസിൽപ്പെട്ടാലും രാഹുൽ ഈശ്വർ പറയും അത് അയാളുടേതല്ല, അയാളുടെ ഗർഭം ഇങ്ങനെയല്ല, അയാൾ ഇങ്ങനെയല്ല പീഡിപ്പിക്കുന്നത്. മറ്റൊരുത്തൻ ആർക്കോ ഉണ്ടാക്കിയ ഗർഭത്തിനെതിരെ പൊരുതി അകത്തുപോയി ഇന്ത്യൻ ജുഡീഷ്യറി ആകെ ഇക്കിളിപ്പെടുത്തിയ ഒരു പാവത്താനാണ് ഈ രാഹുൽ ഈശ്വർ. രാഹുൽ ഓരോ ചർച്ചയിലും 30 സെക്കൻഡ് സമയമാണ് ചോദിക്കുക. പക്ഷേ കോടതി കനിഞ്ഞ് ഏതാണ്ട് 14 ദിവസം അനുവദിച്ചു കൊടുത്തു. ഫേസ്ബുക്കിൽ ലൈവിട്ട് തെളിവുകൾ നശിപ്പിച്ച ആദ്യത്തെ സുന്ദര വിഡ്ഢിയാണ് ഈ രാഹുൽ ഈശ്വരൻ. ഈ മനുഷ്യന് ഒരു പൊടിക്ക് ഒന്നടങ്ങി കോടതിയിൽ കയ്യും കെട്ടി മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉടുപ്പിലെ ദേശീയ പതാക കണ്ടെങ്കിലും കോടതി ജാമ്യം കൊടുത്തേനെ. രാഹുൽ ഈശ്വർ ആർക്കു വേണ്ടി വാദിച്ചോ അവനിതാ തേരാപ്പാര ഒളിഞ്ഞും തെളിഞ്ഞും നാട്ടിലിറങ്ങി വിലസുകയാണ്. രാഹുൽ ഈശ്വർ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച് ജയിലിൽ പോകുമ്പോൾ പുറത്തു നിൽക്കാനും കോടതിയിലും വക്കീലാഫീസിലും കയറിയിറങ്ങാനും പാവം ഭാര്യ മാത്രം. ഏത് മുടിഞ്ഞോൻ എന്തു കാണിച്ചാലും സകലതും സഹിക്കേണ്ടതും അനുഭവിക്കേണ്ടതും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണെന്ന് വന്നിരിക്കുന്നു. കസ്റ്റഡിയിലായ നിമിഷം മുതൽ ഭാരതീയ ന്യായ സംഹിത ഉദ്ധരിച്ച് വാദത്തോട് വാദം. ഒടുവിൽ കോടതി ചെവിക്ക് പിടിച്ച് അകത്തിട്ടു. ഉടൻ തുടങ്ങി നിരാഹാര സമരം. 4-5 ദിവസം പട്ടിണി കിടന്ന് കോശസ്ഥിതി മാറിയപ്പോൾ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞായി കരച്ചിൽ. അങ്ങനെ ദിവസം 1.5 കിലോ വീതം കുറഞ്ഞ് എല്ലും തോലുമായി. എന്തിനാണ് ഈ സഹന സമരത്തിന് പോയത് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ശുദ്ധാത്മാവിൻ്റെ വിവരദോഷം വെളിവാകുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ പോലും എനിക്ക് 7 മണിക്ക് ചർച്ചയുണ്ടെന്ന് പറഞ്ഞ ഉത്തരവാദിത്തമുള്ളവനാണ് രാഹുൽ. കഴിഞ്ഞ 8 വർഷമായി രാഹുൽ ഈശ്വർ കാത്തിരുന്ന ദിലീപിൻ്റെ വിധി വന്ന ദിവസം തന്നെ അകത്താകേണ്ടി വന്നു എന്നൊരു എന്തൊരു വിരോധാഭാസമാണ്. രാഹുൽ പഠിച്ച LLBയിൽ ഒരു നിയമവും പാവത്തിന് രക്ഷയായില്ല. ഈ പാവം ജയിലിൽ നിന്നിറങ്ങുമ്പോഴെങ്കിലും ആ രാഹുൽ മാങ്കൂട്ടം മാലയിട്ട് സ്വീകരിക്കാൻ ജയിലിൻ്റെ മുപ്പിൽ എത്തേണ്ടതല്ലേ? രാഹുലിന് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ദിലീപ് തൻ്റെ ഫാൻസ് അസോസിയേഷനെ അങ്ങോട്ട് അയക്കണമായിരുന്നു. രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റിനോടുള്ള ജനത്തിൻ്റെ പകരം വീട്ടൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാസു സാറിനും പത്മകുമാർ സാറിനുമൊപ്പം പൂജപ്പുര ജയിലിൽ കൂട്ടുകിടക്കാനുള്ള മുഹൂർത്തമാണ് അയ്യപ്പൻ രാഹുൽ ഈശ്വറിന് കൊടുത്തത്. ആ പാവ സാറന്മാർ കസ്റ്റഡിയിൽ കിടക്കുന്നത് എന്തൊരു മര്യാദയ്ക്കാണ്? എന്തെങ്കിലും കസ്റ്റഡിയിലിരുന്ന് വിളിച്ചു പറയുന്നുണ്ടോ? സ്വയം ന്യായീകരിക്കുന്നുണ്ടോ? നിയമം പറയുന്നുണ്ടോ? എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുൽ ഈശ്വറിനെ അകത്തു തട്ടാൻ സർക്കാർ തീരുമാനിച്ചു. അത് നടന്നു. അതിൻ്റെ ഫലവും അവർക്ക് കിട്ടിയല്ലോ. എന്നാലും ദിലീപിന് വേണ്ടി വാദിക്കാൻ സജി നന്ദ്യാട്ടിനൊപ്പം രാഹുൽ കൂടി വന്നാലേ ഒരു ഗും കിട്ടുകയുള്ളൂ. ഒരൊറ്റ ചാനൽ ചർച്ചയിൽ ഈ രാഹുൽ പങ്കെടുക്കരുത് എന്ന് ഒരു ഇടക്കാല ഉത്തരവ് കൂടി ബഹുമാനപ്പെട്ട കോടതി ഇട്ടിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 11 കിലോ കുറഞ്ഞാലും വേണ്ടില്ല കേരളത്തിലെ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ചാനലുകൾ രാഹുൽ ഈശ്വറിനായി സ്റ്റുഡിയോയിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരിക്കുകയാണ്. കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയതുമൊക്കെ ഈ രാഹുൽ ഈശ്വറിൻ്റെ സഹന സമര പോരാട്ടത്തിൻ്റെ ഫലമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ലെന്ന് സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളുമില്ല. രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും സകല പെണ്ണുപിടിയന്മാരെയും ഒരമ്മ പെറ്റ മക്കളായി കണ്ട് സ്നേഹിക്കുന്ന രാഹുൽ ഈശ്വർ ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ അടയാളപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയങ്ങളുമില്ല.